ഇവിടെ നിപ്പുണ്ടായിരുന്നു. കുട്ടികൾ എവിടെ പോയി? മോളെന്തോ വഴിപാട് നടത്തിയെന്നോ അതിന്റെ പ്രസാദം വാങ്ങണമെന്നോ. ആരുടെ മോള്? എന്റെ മോള്. പത്തായപുരയിലെ എന്താ പേര് പറഞ്ഞേ? പേരോ? പേരൊന്നും അവൻ പറഞ്ഞില്ലേ? കളക്ടർ ഗോപിനാഥൻ നായരുടെ ഒടപ്പറന്നോളെന്നല്ലേ പറഞ്ഞത്? ആ അതെ, അങ്ങനല്ലേ നാരായണൻകുട്ടി പറഞ്ഞത്. ഞങ്ങൾ അത്ര വലിയ തറവാട്ടുകാരല്ലായിരിക്കും. നല്ല തറവാട്ടുകാരെ കണ്ടാലേ ഞങ്ങൾക്കറിയാം. ദേ, സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ ആരാ? ഞാൻ ആരാന്നോ? നിങ്ങളുടെ മകനോട് ചെന്ന് ചോദിക്ക്. അവൻ പറഞ്ഞോണ്ടാ ഞാൻ ഈ വേഷം കെട്ടിയത്. കുട്ടിയൊക്കെ ഒരു സഹായം ആയിക്കോട്ടെന്ന് കരുതി. നിങ്ങൾ ഈ കളക്ടർ ഗോപിനാഥൻ നായരുടെ ആരാണെന്ന് ചോദിച്ചേ? കളക്ടർ ഗോപിനാഥൻ നായരുടെ തേങ്ങ. എനിക്ക് ആ ശ്രീദേവി ടീച്ചറിന്റെ ബാലവാടിയിൽ ഉപ്പാവ് ഉണ്ടാക്കലാ ജോലി. എന്റെ നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് കയറി ചെന്ന ആകെ സംശയവും. ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോ, കുറച്ച് കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ഞാൻ എത്തിക്കോളാം. എനിക്ക് വയ്യ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ. മേലെടുത്ത തറവാട്ടിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടുതരില്ല. ചെല്ലേ. മുത്തശ്ശി, പ്രസാദം. എന്താടി നിന്റെ ശരിക്കുള്ള പേര്? ശ്രീദേവിന്ന്. ഓ, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. നീയല്ലടി ഞങ്ങളുടെ മോന് മാക്സിയിൽ കൂടോത്രം ചെയ്ത് കൊടുത്തത്. കളക്ടർ ഗോപിനാഥൻ നായരുടെ കൊച്ചുമോളാത്രേ. കൊറേ നേരെ ഞങ്ങളിട്ട് വട്ടം കറക്കണോ? പറയടി നേരെ. ഇനിയൊന്നും പറയണ്ട അവളോട്, മതി പറഞ്ഞത്. ഇങ്ങുവാ, വാ, മുത്തശ്ശിയല്ലേ വിളിക്കുന്ന, വാ ഇരിക്ക. സാരില്ല, ഓട്ട. എന്തൊരു തിരക്ക് എന്റെ അമ്മൂ, എന്തൊരു തിരക്ക്. ഏകാദശിയുടെ തിരക്കാ സാധാരണ ദിവസങ്ങളില്. പാൽപ്പായസിന്റെ ക്യൂ ഉണ്ടാ തന്നെ പേടിയാവും. കിഴക്കേ നിരക്കേ കല്യാണം 60, ചോറൂണ് വേറെയും. ഇത്ര നാളും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അതും തുടങ്ങി. എന്ത് നോണ പറച്ചില്ലേ? നീ അപ്പൊ ഞങ്ങളെ വിട്ടേ ചോടിച്ചോടി പോവും അല്ലേടാ? ഈ 1.5 കാലം വെച്ചോണ്ട് എവിടെ വരെ പോകും എനിക്കൊന്ന് അറിയണം. എന്തായിരുന്നു നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുവരേണ്ട ഒരു തിരക്ക്? ഇത് നിനക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നടക്കൂലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ. നീ നുണ പറഞ്ഞാലേ ഈ കുട്ടി നുണ പറയില്ല. എവിടെയാ ഉപ്പുമാവതല്ല? ഞാനിവിടെ ഉണ്ടേ. അത് ശരി. കൃഷ്ണ, ഞങ്ങളോട് ഇത് വേണമായിരുന്നോ? എന്തോ ആടാ, എന്താണ് ഞങ്ങളോട് വേണമായിരുന്നു? കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഊരു ചുറ്റും ഭജനയായിട്ട് നടന്ന അതിനെന്താ പേര് പറയാ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, പറയൂ. ഞാനും ശ്രീദേവി കുട്ടിയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയെന്ന് പറഞ്ഞത് നേരാ. അതിൽ കൂടുതലൊന്നും മലയാളി ഉണ്ടാക്കി പറയണ്ട. അമ്മാമ്മേ, അമ്മാമ്മോട് ഞാൻ ചോദിച്ചില്ല. ആ, ശ്രീദേവി കുട്ടിക്ക് എന്താ പറയാനുള്ളേ? ഞാൻ പോയി എന്നത് സത്യമാണ്. ആ, അവൻ അവിടെ വെച്ച് കണ്ടോ? കണ്ടു. കണ്ട. അപ്പൊ സംഗതിയുടെ ഗുട്ടൻസ് അവിടം വരെ എത്തി അല്ലേ? വിഷയം ഞാൻ കമ്മിറ്റിയിൽ വെച്ച് അച്ചടക്ക നടപടി എടുക്കും. സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ വിട്ടോളൂ, ഞാൻ പോയേക്കാം. എന്തിനാ കുട്ടി ഇങ്ങനെ നശിക്കണേ? ദേ ഹേമയെ നോക്ക്, എന്ത് നല്ല പെരുമാറ്റം. ഇതുപോലെ എന്തെങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? ഹേമയെ കുട്ടി ഒന്ന് ഉപദേശിക്ക്. ഞാൻ പറയാറുണ്ട്, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. നാണോ മാനോ ഇല്ലാത്തവരുടെ എന്താ പറയാ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നാണവും മാനവും ഇല്ലാത്തവരോട് എന്താ പറയാ? അവിടെ നിന്നേ, ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാന്ന് വല്ല ബെറ്റ് വെച്ചിട്ടാണോ അങ്ങോട്ട് വന്നിരിക്കണേ? എന്നാ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കേ, ചെല്ല്. എന്തൊക്കെയാടി കേക്കണേ? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയാലുണ്ടല്ലോ. ആരാടി അവൻ? ഏട്ടനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, ഇങ്ങനൊരു ബന്ധം നിനക്കുണ്ടോ? ലാസർ മുതലാളി തെറ്റിദ്ധരിച്ചായിരിക്കും. ഇങ്ങനെയുള്ള തോന്നിയാസൊന്നും ഇവള് ചെയ്യില്ല. നിന്റെ വക്കാലത്തൊന്നും വേണ്ട, ഇവള് പറയട്ടെ. എന്താ വെച്ചാ പറയടി ഏട്ടനോട്. ശരിയാണ്, എനിക്ക് അയാളെ ഇഷ്ടമാണ്. അയാൾക്ക് എന്നെ. ഇപ്പോഴാടി തെറ്റിദ്ധരിച്ച ലാസർ മുതലാളിയോ അല്ലെങ്കിൽ നമ്മളോ?
എന്തു പറ്റി ശ്രീദേവി നിനക്ക്? ഒന്നാന്തരം ഒരു ബന്ധം ഏട്ടൻ കൊണ്ടുവന്നല്ലേ, പിന്നെ എന്തിനാ നിനക്ക് ഈ 1.5 കാലം? 1.5 കാലിനാണെങ്കിലും ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു പോയി. എനിക്കൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അത് അയാളോടൊപ്പം ആയിരിക്കും. അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ആ ഡ്രിൽ മാസ്റ്റർ ആലോചന നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. അത് നടക്കില്ല. നടക്കില്ലേ? വീടൊക്കെ ഒന്ന് നന്നാക്കി ഇലക്ട്രിക് കണക്ഷൻ എടുക്കണമെന്നുണ്ട്. ഭാഗ്യത്തിന് കച്ചവടമൊക്കെ നന്നായി വരുന്നുണ്ട്. ഈ കൃത്രിമക്കാലോട് നടക്കുമ്പോ വേദനയുണ്ടോ? ഏയ്, കുട്ടിക്ക് ഒരു വേദനയില്ല. അവനത് സ്വന്തം കാലുപോലെ തന്നെയാ. അടുത്ത മാസം 1-ാം തീയതി എനിക്ക് ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോണം, ഡെറാഡൂണിലേക്ക്. അതിനു മുമ്പ് ഈ വിവാഹം നടത്താൻ ഒരുക്കാണോ? ഇനി 20 ദിവസമല്ലേ ഉള്ളൂ, അത് മതിയാവോ? ഞാൻ ഓപ്പനാ. എല്ലാ കാര്യവും തുറന്നു പറയുന്ന എന്റെ സ്വഭാവം. തുറന്നു പറഞ്ഞോളൂ. ഞങ്ങക്ക് തരാൻ ആകെ ഒരു ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ. ഒന്നാമത് എനിക്ക് ഈ ബന്ധം ഇഷ്ടല്ല. എന്റെ ഇഷ്ടത്തിലും വലിയ കാര്യമില്ലെന്ന് വെച്ചോളൂ. രണ്ടാമതായി വേറെ നല്ലൊരു ആലോചന നിലവിലുണ്ട്. ഒരു ഡ്രിൽ മാസ്റ്റർ വീട്ടിനടുത്ത്. ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ കെട്ടാൻ അയാൾ തയ്യാറാ. അല്ല, അതിന് വലിയ അർത്ഥമല്ല. പക്ഷേ കച്ചവടം നന്നാവണവരെയും വീട് റിപ്പയർ ചെയ്യണവരെയും കരണ്ട് വരുന്നവരെയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. 25-ാം തീയതി ഒരു മുഹൂർത്തം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അന്ന് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ ഞങ്ങൾ തയ്യാറാ, അല്ലേ അമ്മേ? ആ, അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച നാരായണൻകുട്ടിയും കാരണന്മാരും കൂടി എന്റെ വീട്ടിലേക്ക് വരിക. ചടങ്ങനുസരിച്ച് പെണ്ണ് കാണൽ വേണമല്ലോ. അപ്പൊ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാം. ശരി. ഞാനൊരു പരുക്കനാണെന്നാ എല്ലാവരും പറയാം. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുകൊണ്ടാവാം. അയ്യോ, എനിക്കങ്ങനെ തോന്നിയല്ലേ. ഞങ്ങൾക്കും തോന്നില്ല. അപ്പൊ ബുധനാഴ്ച. ആ, ആ, ഒരു സിസറിങ് എടുത്ത്. അടിച്ചെടുത്തു കളഞ്ഞല്ലോ പകയാ. എന്ത് പറഞ്ഞു? വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു. 2 കൂട്ടർക്കും സമ്മതം. നാളെ പെണ്ണ് കാണൽ. പെണ്ണിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അല്ലേ? 5-8 കൊല്ലായി ഞാനൊരു കടയിൽ തുറന്നുകൊണ്ടിരിക്കുക. ഈ പേര് ദൂഷ്യമല്ലാണ്ട് ഇന്ന് വരെ കൊള്ളാവുന്ന ഒന്നിനെ. അവന്റെ റൊമാൻസ് ബ്യൂട്ടി സ്റ്റോർ. ദാമോനെ പിടി. എന്തത്? കുമാരേട്ടന്റെ വക ഒരു സമ്മാനം. സമ്മാനോ? കല്യാണ സമ്മാനം ഒന്ന് കൂട്ടിക്കോ. ലേശം അടിക്കണോ? അയ്യോ, ഞാൻ കഴിക്കില്ല. കഴിക്കണ്ട. കട അടയ്ക്കുന്നതിന് മുമ്പ് ഒരു 2 എണ്ണം. പകലന്തിയോളം അധ്വാനിക്കുന്നവരല്ലേ നമ്മളൊക്കെ. വേണേ പറഞ്ഞാ മതി, ഒന്ന് തുറക്കുക വേണ്ടു. അയ്യോ, ഞാൻ കഴിക്കില്ല കുമാരേട്ടാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കസറൊന്നുണ്ടല്ലോ ലാസർ മുലാലയുടെ ബ്രൈറ്റ്മെന്റ്സ്. എനിക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല. എപ്പോഴാ സോഡയ്ക്ക് ആള് വരാന്ന് പറയാൻ പറ്റില്ല. നീ അടച്ചിട്ട് പോകാൻ നോക്കുന്ന നാരായണൻകുട്ടി. ഒരു കട കിട്ടുകയെന്നൊന്നും പറഞ്ഞ് മനുഷ്യനെ ഉറക്കളപ്പിച്ചു കൊല്ലേ. സോഡയൊന്നും വേണ്ട, അവിടെ പരിപാടിയൊക്കെ കഴിയാറായി. നീ കട അടച്ചോ. ഓ, ഇത് അപ്പടി തുളയാണല്ലോ. എന്തിനാ ചാക്ക്?
ദൈവസ്വാധീനം ഒന്നുകൊണ്ട് മാത്ര ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നിനക്ക് ഒത്തുകിട്ടിയത്. ഗുരുകാരണവന്മാര് ചെയ്ത് പുണ്യത്തിന്റെ ഫല. ഇതെന്താടാ ഈ കാട്ടുന്നത്? ഇതെന്താ സാധനം? ഹേയ്, ഇതെന്തൊരു മണം! ഇതാണ് അമ്മൂമ്മേ സ്പ്രേ. എന്താ കിട്ടിയത്? തല ഇങ്ങോട്ട് താത്തടാ. പ്രസാദം തൊട്ടിട്ട് പോയാ മതി. വല്ലോരും ചോദിച്ചാ എവിടേക്കാ എന്താന്നൊന്നും വിളമായിക്കണ്ട. താരണ ആ പിന്നീന്ന് വിളിക്കണ്ട അമ്മൂമ്മേ. വൈരപ്പാ കൃഷ്ണ. അയ്യോ, ഇതിപ്പോ ഒരു ചടങ്ങെന്നല്ലേ ഉള്ളൂ. ചിങ്ങമാസ വരണത്. മുഹൂർത്ത ഒത്തു വന്നു വെച്ചാ പിന്നെ താമസിപ്പിക്കാണ്ടിരിക്കാൻ നല്ലത്. മിണ്ടല്ല. ഒരു പെണ്ണിനെ ഇഷ്ടാവുക, അവക്കും ഇഷ്ടാവുക, അതിന് വീട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെയല്ലേ എന്റെ നാരായണൻകുട്ടി ഭാഗ്യം എന്ന് പറയണത്. ഒത്തുവരാൻ പോലീസും പട്ടിയൊക്കെ എത്തിയെന്ന് കേട്ടു. എന്താ കുമ്പിട്ട? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചതാ. ബാലവാടിയിലെ ഹേമ ടീച്ചറില്ലേ, അവരുടെ ശവം പൊന്തിത്രേ പുഴയില്.